നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ആക്ച്വലി വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് കട്ട് ഓഫ് ആയി പോയിട്ടുണ്ടായിരുന്നു, ബട്ട് റീഡിംഗ് ഫുൾ ഉണ്ട്. ഓക്കെ, സോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, എല്ലാവരും കാണാം. താങ്ക് യു. ഇവിടെ എനിക്ക് കാണുന്നത് ആദ്യം തന്നെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ ലാസ്റ്റിലേക്ക് ഒരു സങ്കടവും കാണുന്നുണ്ട്. എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ബോട്ടം വേൾഡ് കാർഡ് ആയിരുന്നു. ഓക്കെ, വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് എടുക്കുക. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ വൈ ആർ ദേ സാഡ്. ടെമ്പറൻസ്. ഓക്കെ, സെയിം കാർഡ് റിപ്പീറ്റ് ആവും. എന്തൊരു കഷ്ടം. ഓക്കെ, ഓക്കെ ഫൈൻ. എംപറർ. ഓക്കെ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, യെസ്, അവരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, അവരൊന്ന് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്ന പോലെയാണ്. അതായത് നിങ്ങളെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് വരുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. അതിൻ്റെ അവരുടെ ഉള്ളിൽ ആക്ച്വലി സന്തോഷമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷം ഫീൽ ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. കാരണം അവർക്കിപ്പോൾ അപ്രോച്ച് ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ്. അവർ നിങ്ങളോടൊരു മെസ്സേജ് ഇടണം, അപ്രോച്ച് ചെയ്യണം എന്ന രീതിക്ക് വരാൻ നിൽക്കുന്ന പോലെയുണ്ട്. ആൻഡ് 8 ഓഫ് പെൻറ്റിക്കിൾസും പറയുന്നത് യെസ്, എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്ന രീതിയാണ്. മേ ബി അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഇട്ട എഫേർട്ട് പോരാ, അപ്പം ഞാൻ കുറച്ചുകൂടെയൊക്കെ ചെയ്യണം, അതായത് സമയം കൊടുക്കണം, അല്ലെങ്കിൽ യുനോ എന്താ പറയുക, സമയം കൊടുക്കണം, എഫേർട്ട് ഇടണം എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ യെസ്, ആഗ്രഹമുണ്ട്. ഓക്കെ, മുന്നോട്ട് വരാൻ ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ആക്ച്വലി നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ ആഗ്രഹിക്കുന്ന പോലെയാണ്, നിങ്ങൾ തമ്മിലൊരു ഹാപ്പി ടൈംസ് എന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് കാണുന്നത്. ഫീലിങ്സിൽ വളരെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ഹാപ്പി ആയിട്ടുള്ള സമയങ്ങൾ ഓർക്കുന്നു എന്നുകൂടിയാണ്. ഓക്കെ, ബട്ട് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആയിരിക്കാം. ഓക്കെ, 5 പെൻറ്റിക്കിൾസ് ഉണ്ട്, ഹെർമിറ്റ് ഉണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ച എന്ന രീതിക്കാണ്. ചിലപ്പോൾ ടോട്ടൽ എൻഡ് ആവണം നിർബന്ധമില്ല, ഒരു കുറച്ച് കാലമായിട്ട് മാറി നിൽക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ തനിച്ചിരുന്നവർ കുറേ ചിന്തിച്ച രീതിക്ക് എനിക്ക് കാണുന്നത്. പക്ഷേ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ തനിച്ചിരുന്നാലും എവിടെയോ നിങ്ങളെ മിസ്സിംഗ് ആണ് കാണുന്നത്. ഒരു നഷ്ടബോധം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അതിലൊരുപാട് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈവൻ സൈലൻ്റ് ആയിരിക്കാം ചിലപ്പോൾ. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മാറി നിന്ന് കുറച്ച് സൈലൻ്റ് ആയിരിക്കും. ബ്ലോക്ക് ചെയ്ത് പോകുക, അങ്ങനെ എൻഡിങ് എന്ന രീതിക്കല്ല, പക്ഷേ എവിടെയോ സൈലൻ്റ് ആയിട്ടിരുന്ന് അവർ കുറേ ചിന്തിക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അവരുടെ തോട്ട്സ് ഒരുപാട് അനലൈസ് ചെയ്യാണ്, അവർ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ചിന്തകളിൽ നിന്നുമാണ് ഡെഫിനറ്റ്ലി. ഇവിടെ അഗൈൻ എനിക്ക് റീസ്റ്റാർട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. അവരുടെ മനസ്സിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ, വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നാണ് വേൾഡ് കാർഡ്. ടെമ്പറൻസ്, ബാലൻസ് കൊണ്ടുവരാൻ, കോംപ്രമൈസ് ചെയ്യാമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മേ ബി നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ എഫർട്ട് എടുക്കണം എന്നവർക്കറിയാം. സോ ഇവിടെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു കോംപ്രമൈസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നല്ല ബാലൻസിൽ അല്ല വീണ്ടും നമ്മൾ ലൈഫിനെ കൊണ്ടുപോകണം, നിങ്ങളായിട്ടുള്ള ബന്ധം ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. കിങ് ഓഫ് വാൻസും ഉണ്ട്. സോ യെസ്, അവർക്ക് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. എൻ്റെ കോൺഫിഡൻസ് വന്ന പോലെയാണ്. ഇത് കോൺഫിഡൻ്റ് ആയിട്ടൊരു വ്യക്തി എന്ന് പറയും നമ്മൾ. നിങ്ങളോടുള്ള ആ ഒരു പാഷൻ, അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈവൻ സ്നേഹമായാലും അവരൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്ന് ആക്ഷൻ എടുക്കാം എന്ന്. ഓക്കെ, ശരിയാണ് തോന്നുന്നത്. അവരുടെ മനസ്സിലൊരു ചെറിയ ഡൗട്ട് ഉണ്ട്, മേ ബി ദാറ്റ് കുറച്ചായിട്ട് വിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇനി ഞാൻ വന്നാൽ അവർ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ബട്ട് ഇവിടെ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് ആ അട്രാക്ഷൻ അത്രത്തോളം വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റണില്ല, അതാണ് തോന്നുന്നത്. ബട്ട് ഇവിടെ ഒരു ചെറിയ ഹോൾഡ് ബാക്കും കാണുന്നുണ്ട്. ഈഗോ കാരണം നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം, കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ബട്ട് മുന്നോട്ട് വരണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ഓക്കെ, യെസ്, ഫീലിങ്സ് ജെനുവിൻ ആയിട്ട് ഇവിടെ ഒരു ഇമോഷൻസ് കാണുന്നുണ്ട്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം എന്ന രീതിക്കാണ് കാണുന്നത്. ലെറ്റ്സ് സീ, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൂടി നോക്കാം. നിങ്ങൾക്കുള്ള അഡ്വൈസ് കൂടി. വാട്ട് ഷുഡ് യു ഡു? വ്യൂവേഴ്സ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ? വ്യൂവേഴ്സിന് എന്താണ് അഡ്വൈസ്? 3 ഓഫ് പെൻറ്റിക്കിൾസ്, 7 ഓഫ് വാൻഡ്സ്, King of Pentacles. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 4 ഓഫ് swords. യെസ്, ഓക്കെ. ലാസ്റ്റ് കാർഡ് പ്ലീസ്. 7 ഓഫ് cups. ഓക്കെ, Knight of Pentacles. ഓക്കെ, ഇവിടെ അവിടെ എംപ്രസ് ആയിരുന്നു. ദൈവമേ, അതും എല്ലാം മറക്കേണ്ട അവസ്ഥയാണ്. യൂട്യൂബ് ഇപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ്. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ പിടിച്ച് ബ്ലോക്കാക്കി വിടും. സോ അതുകൊണ്ട് ഇതിൻ്റെ മേലേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കവറിങ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, നിവർത്തിയില്ല എന്നിട്ടാ. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് അഗൈൻ നിങ്ങളോട് പറയുന്നത് വ്യൂവേഴ്സ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ, ഓക്കെ, അവർ നിങ്ങളോട് വന്നാൽ നിങ്ങൾക്ക് സഹകരിക്കാം എന്ന് കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഒരു അവസരം കൊടുക്കാം, വിരോധമില്ല. ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് എടുക്കുകയും വേണം. ഓക്കെ, അതായത്
ഞാൻ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കുക. നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കണം, നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം എന്നാണ് കാണുന്നത്. പേഴ്സൺ വന്നാൽ യെസ് സഹകരിക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ അവിടെ നിങ്ങളുടെ കാര്യങ്ങൾ കൂടി പറയാൻ നിങ്ങൾ മടിക്കരുത്. അതായത് അവർ വന്നിട്ട് ഓക്കെ എനിക്ക് എങ്ങനെയാ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാൽ നിങ്ങൾക്കത് വേണോ വേണ്ടേ നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലേ? കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അഗൈൻ മാരേജ് ആവണം നിർബന്ധമൊന്നുമില്ല. പറ്റുന്നവർക്ക് മാരേജ്, അല്ലാത്തവർക്ക് നിങ്ങൾ ജസ്റ്റ് പേഴ്സൺ നിങ്ങളോട് ഒരു ജെനുവിൻ ആയിട്ട് നിൽക്കുക, നിങ്ങളുടെ കണക്ഷന് പ്രയോറിറ്റി തരിക. ഓക്കെ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരിക. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സിൻസിയറായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണ്ടത്. സോ അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും റെഗുലറായിട്ട് വിളിക്കുക, സംസാരിക്കുക, കുറച്ച് അന്വേഷിക്കുക, ഒക്കെ നമ്മൾ നാച്ചുറലായിട്ട് ആഗ്രഹിച്ചു പോകുന്ന കാര്യങ്ങളാണ്, തെറ്റൊന്നും പറയാനില്ല. ഓക്കെ, സോ ഇവിടെ യെസ് നിങ്ങൾ വേണ്ടത് നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് കാണണം നിങ്ങൾക്ക് പേഴ്സണൽ. ഇതൊക്കെ ഇവിടെ കാണുന്നത് ആക്ച്വലി നൈറ്റ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു കുറച്ചൊരു ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫ്ലർട്ടിങ് എന്ന രീതിക്ക് വരുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ അവർ സീരിയസ് അല്ല എന്നല്ല പറയുന്നത് കേട്ടോ ഞാൻ, പക്ഷെ അവരങ്ങനെയാണ് നിങ്ങളോട് കാണിക്കുന്നത്. ഓക്കെ, ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും ഒരു മെച്ചുവേർഡ് രീതിക്കല്ല അവർ കാണിക്കുന്നത്. മെച്ചുവേർഡ് ആയിട്ടൊരു ലെവലിലേക്ക് അവർ അതിനെ കൊണ്ടുപോകുന്നില്ല. അഗെയിൻ ഇവിടെ കിങ് ഓഫ് വോൺസും ഉണ്ട്. കിങ് ഓഫ് വോൺസും ആക്ഷൻ്റെ കാർഡാണ്. സംസാരിക്കണം, അല്ലെങ്കിൽ കോണ്ടാക്ട്, ഇഷ്ടം, സ്നേഹം എല്ലാം ഉണ്ട്. പക്ഷെ അഗെയിൻ ഇവിടെയും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിലേക്കുള്ള ഇതല്ല പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടത് ഇതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതിന് നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ മടിക്കരുത് എന്നാണ് പറയുന്നത്. പേഴ്സൺ ഇങ്ങനെ ഇടയിൽ മാറി നിൽക്കുന്നു, കുറച്ച് ഡിസ്റ്റൻസ് വെക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും. നിങ്ങളും ഐ തിങ്ക് വിഷമം അനുഭവിക്കുന്നുണ്ട് അല്ലേ? സോ ഇവിടെ നിങ്ങൾ പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എവിടെ ഒരു സെപ്പറേഷൻ്റെ കാർഡാണിത്. 4 of Swords എന്ന് പറയുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നത്, ഐ തിങ്ക് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവിടുന്ന് മാറി നിൽക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഒരിക്കലും അവർ തിരിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങളത് തിരിച്ച് അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ആ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ, നിങ്ങളുടെ സന്തോഷം എന്താണ്? ആക്ച്വലി ഇവിടെ 7 of Cups ഉണ്ട്. നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യില്ല, അത് വേറെ കാര്യം. ബട്ട് എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങൾ പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഫ്രീഡം എന്ന രീതിയിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, ഗ്രോത്ത് എന്ന് പറയാം നമുക്ക്. ഇവിടെ 7 of Cups ആക്ച്വലി നിങ്ങൾക്ക് ഓപ്ഷൻസ് എന്ന രീതിക്കാണ്. സോ നിങ്ങളോട് പറയുന്നത് ഓക്കെ, നിങ്ങൾ ഒരിക്കലും കരുതേണ്ടത് ഇത് മാത്രമേ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയായിപ്പോൾ. ഓക്കെ, പേഴ്സൺ തിരിച്ച് വന്നു, ഓക്കെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാവും. നിങ്ങളുടെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആക്ച്വലി കിങ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ എനർജി ആയിട്ട് എടുക്കൂ. നിങ്ങൾ ഈ കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കിങ് പറഞ്ഞാൽ ജെൻസ് ആവണമെന്നില്ല, ലേഡീസ് ആയാലും നിങ്ങളുടെ സ്വന്തം കരിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി, ലൈഫിൻ്റെ സ്റ്റെബിലിറ്റി, നിങ്ങൾ വളരെ മെച്യൂർഡ് ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ എന്ന് നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വന്നാലേ ഞാൻ സ്വീകരിക്കാൻ തയ്യാറുള്ളൂ എന്നുകൂടി നിങ്ങൾ പറയാൻ മടിക്കരുത്. ഓക്കെ, ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പലതും ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ വേറെ ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവാം, നിങ്ങൾ സ്വീകരിക്കാതെ ആയിരിക്കും. ഓക്കെ, അതുകൂടി നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 2 of Pentacles ഉണ്ട്, യെസ് ഓപ്ഷൻസ് നിങ്ങൾക്കും ഉണ്ടാവാം. ബട്ട് നിങ്ങളതിലൊന്നും ഇൻട്രസ്റ്റഡ് ആവുന്നില്ല. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ ശരിയായിട്ടുള്ള രീതിയിലല്ല ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പറയാൻ മടിക്കരുത്, സ്റ്റാൻഡ് എടുക്കാൻ മടിക്കരുത്. ഓക്കെ, ആ പേഴ്സൺ വിട്ടു പോകും എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രം ഓക്കെ നിങ്ങളവിടെ വിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തിനാണെന്നറിയില്ല, ജസ്റ്റ് ലെറ്റ് മീ സീ. 6 of Cups, 5 of Cups. നിങ്ങളുടെ പേഴ്സണിന് തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റിസ്, യെസ്, ഹാങ്മാൻ. ഓക്കെ, അവർ തീരുമാനം എടുത്ത് വരട്ടെ. ഓക്കെ, മിസ്സിങ് എനർജി ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, പേഴ്സണിനും ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. എൻ്റെ ഇവിടെ ഒരുപാട് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണായാലും. പേഴ്സണിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാം ഇത് പേഴ്സൻ്റെ ആണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ന്യായമാണ്. സോ അങ്ങനെ ആ പേഴ്സൺ ന്യായമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ സഹകരിക്കാം. ഓക്കെ, പക്ഷേ സഹകരിക്കുമ്പോഴും നിങ്ങൾ വാച്ച് ചെയ്യുക അവരെ. ഓക്കെ, അവരുടെ പെരുമാറ്റം, അവരുടെ ബിഹേവിയർ, അവരെന്താണ് ചെയ്യുന്നത്, അവരൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവർ നിങ്ങളോട് ഒരു പ്രോപ്പറായിട്ടൊരു ബിഹേവിയർ എപ്പോഴും കാണിക്കുന്നുണ്ടോ, അതോ പിന്നെയും അകന്ന് നിൽക്കലും ഇതും അങ്ങനെയാണോ ചെയ്യുന്നത്, അത് മനസ്സിലാക്കി നിങ്ങൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാം. ഓക്കെ, അവർ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. ഓക്കെ, ശരിക്കും അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് തന്നെയാണ്. പക്ഷേ അവർ സ്വഭാവവും ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രശ്നം വരുന്നത്. നിങ്ങൾ നമ്മുടെ ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സണൽ പറഞ്ഞ ആക്ഷൻ നമുക്ക് കാണുന്നുണ്ട്. ബട്ട് അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ജസ്റ്റ് ഓവറോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാനൊരു കുറച്ച് കാർഡ്സ് കൂടെ എടുക്കുന്നുണ്ട്. മാൻ, ആങ്കർ, വെരി ഗുഡ്. സൺ അഗൈൻ, നമുക്ക് നേരത്തെ സണ്ണ് വന്നിരുന്നു. സോ യെസ്, ഓക്കെ. വിപ്പ്, ഓക്കെ. ബേർഡ്സ്, ഗാർഡൻ, വെരി നൈസ്. ഓക്കെ, ഇവിടെ ഓവറോൾ എനിക്ക് യെസ് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യം, നിങ്ങളും തീരുമാനം എടുക്കുന്നത്, എപ്പോഴും പേഴ്സണൽ തീരുമാനം എടുക്കാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളുടെ കയ്യിലില്ലേ, നിങ്ങളുടെ കയ്യിൽ ആ ഒരു പവർ ഇല്ലേ? വൈ നോട്ട്, അല്ലേ? യാ, എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ല?
ഓക്കെ, ഇവിടെ മാൻ കാണുന്നുണ്ട്. ഓക്കെ, സോ യെസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആക്ച്വലി മാൻ ആയാലും ലേഡീസ് ആയാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കുക. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സോൾമേറ്റ് കണക്ഷൻ എന്ന രീതിക്ക് തന്നെ നമുക്ക് എടുക്കാം. അവരുടെ ലൈഫിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ലൈഫിൽ അവർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മെയിൻ ആൾക്കാരാണ് എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, അവർ കുറച്ചുകൂടി ഒരു കറേജ്, ധൈര്യം കൊണ്ടുവന്നിട്ട് ആക്ഷൻ എടുക്കും എന്നുകൂടിയാണ്. മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതാണല്ലോ ഉദ്ദേശിക്കുക, ഒരു മാസ്കുലൈൻ ക്യാരക്ടർ അല്ലേ. മാസ്കുലൈൻ ക്യാരക്ടറിലേക്ക് അവർ വരും, കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ട് വരും. ഈവൻ ലേഡീസ് ആയാലും ഓക്കെ, അവർ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്ത് വരും എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് മാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ യെസ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നമുക്കൊരു ആക്ഷൻ പ്രതീക്ഷിക്കാം. ആൻഡ് ഇവിടെ ആങ്കർ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട്, നമ്മൾ നങ്കൂരിട്ട് വെച്ചാൽ എങ്ങനെയായിരിക്കും, ഇളകില്ല അല്ലേ, ഷിപ്പ് ഇളകില്ല, എത്ര വലിയ ഷിപ്പായാലും. സോ അതുപോലെ നിങ്ങളുടെ ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കും എന്നാണ്. ആൻഡ് സൺ അഗൈൻ ഹാപ്പിനെസ്, നിങ്ങൾ തമ്മിൽ സന്തോഷങ്ങൾ വരുന്നു, സെലിബ്രേഷൻ വരുന്നു, ആഘോഷങ്ങൾ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും, കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ആഘോഷങ്ങളും അങ്ങനെ ഫീൽ ചെയ്യുന്ന തരത്തിലാണ്. ഓക്കെ, ബട്ട് അതിന് യെസ്, ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ, അതൊരു ചൂല് എന്ന രീതിക്കാണ്, അല്ലെങ്കിൽ വെപ്പ് എന്നാണ് ആക്ച്വലി അടിച്ച് തളിച്ച് കളയുന്ന രീതിയിലാണ്. സോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുണ്ട് അല്ലേ. അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇത് റിപ്പീറ്റ് ആവാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ മടിക്കരുത്. ഓക്കെ, സോ ഇവിടെ വിപ്പ് കാണുന്നുണ്ട്, എല്ലാം ക്ലിയർ ആവും എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ക്ലിയർ ആയിട്ട് സോൾവ് ആവും എന്ന് കാണുന്നുണ്ട്. ബേർഡ്സ് ആക്ച്വലി ഇത് 2 ബേർഡേ ഉള്ളൂ. സേസ് ഇവിടെ ഞാൻ കൂടുതലും ഇത് നിങ്ങൾ മെസ്സേജ് എന്ന രീതിക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതൊരു മെസ്സേജിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് വരും. ഓക്കെ, സംസാരം വരും, ഒരു കമ്മ്യൂണിക്കേഷൻ വരും, അല്ലെങ്കിൽ ഇപ്പം മീറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു തീർച്ചയായിട്ടും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഗാർഡൻ ആണ് കാണുന്നത്. സോ യെസ്, ഇതൊരു ഫംഗ്ഷൻ്റെ എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു മീറ്റിങ്ങിൻ്റെ എനർജിയാണ്, കോൺവെർസേഷൻ്റെ എനർജിയാണ്, സംസാരം അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഹാപ്പി ആയിട്ടൊരു സമയങ്ങൾ. ഓക്കെ, നമ്മൾ കുറച്ച് നേരം ഒരു ഗാർഡനിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുക. നമ്മൾ ഡേറ്റിംഗ് പോലെയുള്ള എനർജി എന്നൊക്കെ പറയാം. സോ യെസ്, ഇവിടെ ഒരു നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ആവും എന്നുമാണ് കാണുന്നത്. ബട്ട് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുക എപ്പോഴും. ഓക്കെ, അത് മറക്കരുത്. ഇപ്പം എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.